നമസ്കാരം. കൃഷ്ണാരമിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേനാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേനാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മുടെ സത്സംഗ കൃഷ്ണൻ ഊഞ്ഞാലാടുന്നുണ്ട്. കൃഷ്ണനാണ് കേട്ടോ. ശ്രീലകത്ത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഊഞ്ഞാലാടുന്നുണ്ട്. കൃഷ്ണന്റെ പാദത്തിൽ അനന്തകോടി നമസ്കാരം പറയുന്നു. ഒപ്പം കൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി. ഹരേ കൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി. ഇന്നലെ നമ്മൾ രാമായണ കഥയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരാണ് ലങ്ക വിട്ട് ശ്രീരാമദേവനെ ശരണം പ്രാപിച്ച, അഭയം പ്രാപിച്ച ആ രാവണന്റെ അടുത്ത് നിന്ന് ആരാണ് ലങ്കയിൽ നിന്ന് ശ്രീരാമനെ അഭയം പ്രാപിച്ചത് എന്നാണ് ചോദിച്ചിരുന്നത്. വിഭീഷണനാണ്. രാവണന്റെ സഹോദരനാണ് വിഭീഷണൻ. എന്നാൽ അദ്ദേഹം ധർമ്മത്തിൽ ഊന്നി മാത്രം ജീവിക്കുന്ന ആളായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് രാവണന്റെ അധർമ്മത്തിനെ ന്യായീകരിക്കാൻ പറ്റിയില്ല. ഇതും ഇന്നത്തെ കാലത്തെ ആളുകൾ വളരെയധികം തെറ്റായിട്ട് പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ. കാരണം രാവണന്റെ കൂടെയല്ലേ, രാവണൻ ധർമ്മത്തിനെതിരാണെങ്കിൽ പോലും ലങ്ക ഭരിക്കുന്ന രാജാവിനോടൊപ്പം തന്നെ നിൽക്കേണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട് വിഭീഷണന്റെ ആ ഒരു കൂറുമാറ്റത്തിനെ പറ്റിയിട്ട്. പക്ഷേ ധർമ്മത്തിൽ ഊന്നി ജീവിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും അധർമ്മത്തോടൊപ്പം നിൽക്കാൻ സാധിക്കില്ല. അദ്ദേഹം ഉറപ്പായിട്ടും ധർമ്മത്തിനോടൊപ്പം തന്നെ നിൽക്കാൻ സാധിക്കുള്ളൂ. കാരണം നമ്മൾ ഇവിടെ തന്നെ ഉദാഹരണമുണ്ട്. ഈ വിഭീഷണനും ഒരു സഹോദരനാണ്, ലക്ഷ്മണനും ഒരു സഹോദരനാണ്. നമുക്ക് ലക്ഷ്മണനാവണോ വിഭീഷണനാവണോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് രാമനാണോ രാവണനാണോ എന്നത് അനുസരിച്ചിരിക്കും. നമ്മളെല്ലാവരോടും ഒരേ നയം ഒരിക്കലും സ്വീകരിക്കാൻ പാടില്ല എന്നൊരു അർത്ഥം കൂടി ഇതിനുണ്ട്. കാരണം ഞാനിപ്പോൾ ഒരു നല്ല സഹോദരിയാണ് എന്ന് എനിക്ക് പറയാൻ സാധിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ലക്ഷ്മണനെ പോലെ നല്ല സഹോദരിയാണ്, ഞാൻ എൻ്റെ സഹോദരിയോട് ലക്ഷ്മണൻ എങ്ങനെയാണോ രാമനോട് നിന്നിരുന്നത് അതേമാതിരി നിൽക്കണമെങ്കിൽ എൻ്റെ സഹോദരി രാമനെ പോലെ ആയിരിക്കണം. രാവണനെ പോലെ ആണെങ്കിൽ ഒരിക്കലും എനിക്ക് അങ്ങനെ നിൽക്കാൻ പറ്റില്ല അല്ലേ. ഇതേമാതിരി തന്നെയാണ്. രാവണനെ പോലെ ആണെങ്കിൽ എന്താ, വിഭീഷണനാവാനേ നമുക്ക് സാധിക്കുള്ളൂ. നമുക്ക് സ്വന്തമായിട്ടൊരു നിലപാടുണ്ടെങ്കിൽ ആ നിലപാടിന് അനുയോജ്യമായ ആളുകളുടെ കൂടെ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ എന്നുള്ളതും കൂടി ഈ ഒരു കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും രാമായണം തുടരുമ്പോൾ ഇവിടെ ഇന്നലെ പറഞ്ഞിരുന്നു സേതുബന്ധനം തുടങ്ങാൻ പോവുകയാണ് എന്ന് പറഞ്ഞിരുന്നു. നളൻ്റെ നേതൃത്വത്തിൽ, വിശ്വകർമാവിൻ്റെ മകനായ നളൻ്റെ നേതൃത്വത്തിലാണ് ആ ഒരു സേതുബന്ധനം നടത്താൻ തുടങ്ങുന്നത്. അനേകം തരത്തിലുള്ള കല്ലും മണ്ണും മരങ്ങളും ഒക്കെ വാനരന്മാരെ പിഴുതുകൊണ്ടുവന്ന് ആ ഒരു കടൽ തീരത്തേക്ക് ഇട്ട് അങ്ങനെ അനേകം ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടിക്കൊണ്ടും തന്നെയാണ് ലങ്കയ്ക്ക് നേരെയായിട്ട് ഒരു പാലം നിർമ്മിക്കാൻ ശ്രീരാമദേവനെ കൊണ്ട് സാധിച്ചത്. ശ്രീരാമദേവൻ്റെ അനുഗ്രഹം കൊണ്ട് വാനരസേനയ്ക്ക് സാധ്യമായത്. അതുമാത്രമല്ല, അങ്ങനെ അവർ ആ ഒരു ഒന്ന് ആലോചിച്ച് നോക്കൂ, അവർ നേരിടാൻ പോകുന്നത് എത്ര വലിയ സേനയെയാണ് എന്നുള്ളത് ശ്രീരാമന് ഉത്തമ ബോധ്യമുണ്ട്. അവിടെ ശരിക്കും സൈന്യമുണ്ട് അല്ലേ. ആനയുണ്ടാവും, ആനപ്പട ഉണ്ടായിരിക്കും, കുതിരപ്പട ഉണ്ടായിരിക്കും, രഥത്തിൻ്റെ എല്ലാ തരത്തിലുള്ള സൈനിക സജ്ജീകരണങ്ങളോടും കൂടിയിട്ടുള്ള ഒരു രാജ്യത്തിനെ ആക്രമിക്കാനാണ് നിരായുധരായി, അല്ലെങ്കിൽ തന്നെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നത് എന്തൊക്കെയാണോ അത് മാത്രം ആയുധമായി, കല്ല്, മരങ്ങൾ, അങ്ങനെ പാറക്കഷ്ണങ്ങൾ, ഇതൊക്കെ മാത്രം ആയുധമായി ശേഖരിച്ചുകൊണ്ട് ഒരു കൂട്ടം വാനരന്മാരോടൊപ്പം തന്നെ അയോധ്യയിലേക്ക് ശ്രീരാമദേവൻ പോകുന്നത്. എന്തായാലും രാമനും ലക്ഷ്മണനും ഹനുമാനും അംഗദനും സുഗ്രീവനും അടങ്ങുന്ന വലിയ ഒരു സൈന്യം തന്നെ ലങ്കയെ ലക്ഷ്യമാക്കി നീങ്ങി. ലങ്കയിൽ എത്തുന്ന സമയത്ത് അവിടെ ലങ്കയിൽ എത്തുന്നതിന് മുൻപായിട്ട് രണ്ട് ചാരന്മാരെ, ഇനി എന്താണ് ശ്രീരാമൻ ചെയ്യാൻ പോകുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് രണ്ട് ചാരന്മാരെ നിയോഗിച്ചു ഇത്രേ രാവണൻ. അവരുടെ പേരാണ് ശുഗൻ, സാരണൻ എന്ന രണ്ട് പേര്. ഈ ശുഗനും സാരണനും വാനരരൂപിയായി വന്ന ഈ ഒരു വാനരസേനയിൽ കയറിക്കൂടി. എന്നാൽ വിഭീഷണന് മനസ്സിലായി കേട്ടോ. ഇവർ രണ്ടുപേരെയും കണ്ടപ്പോൾ വിഭീഷണൻ കൈയോടെ പിടിച്ച് ശ്രീരാമദേവനെ ഏൽപ്പിച്ചു. ശ്രീരാമദേവൻ പറഞ്ഞു, നിങ്ങൾ എന്ത് വേണമെങ്കിലും ഇവിടെ നിന്ന് നിരീക്ഷിച്ചോളൂ, ഞങ്ങളുടെ സേന എങ്ങനെയാണ്, ആയുധബലം എങ്ങനെയാണ്, ഇതൊക്കെ നിരീക്ഷിച്ച് അവിടെ പോയി പറഞ്ഞു കൊടുത്തോളൂ. കാരണം നിങ്ങൾ വെറും ദൂതന്മാരാണ്, അല്ലെങ്കിൽ ചാരന്മാരാണ്, നിങ്ങളെ വധിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾ കടന്നു പോയിക്കോളൂ,
നിങ്ങളുടെ ഡ്യൂട്ടി നിങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം അവരെ വെറുതെ വിടുന്നുണ്ട്. ശ്രീരാമദേവൻ്റെ മഹത്വം ഇവിടെയാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം ധർമ്മത്തിന് നിരക്കാത്ത അല്ലെങ്കിൽ അദ്ദേഹത്തോളം ശക്തിയില്ലാത്ത ആരെയും എതിർത്ത് അങ്ങനെ എന്താ പറയുക നിസ്സാരന്മാരെ കൊല്ലേണ്ട ആവശ്യമൊന്നും അദ്ദേഹത്തിന് ഇല്ല. അങ്ങനെ ഈ ചാരണനും അതുപോലെ തന്നെ ശുഗനും അവിടെ നിന്ന് പോവുകയാണ്. സാരണനും ശുഗനും അവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം ഇവർ ലങ്കയിലെത്തുന്നു. ലങ്കാപുരിയിലെത്തുമ്പോൾ സുബേല പർവ്വതം എന്ന പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് ലങ്കാപുരിയെ മുഴുവനായിട്ടും നോക്കിക്കാണുകയാണ് വാനരസേന. അവിടുത്തെ വലിയ വലിയ സ്വർണ്ണ കൊട്ടാരങ്ങളും അതുപോലെ തന്നെ ഓരോ ഇടനാഴികകളും ഓരോ ഉദ്യാനങ്ങളും ഇതെല്ലാം കണ്ട അത്ഭുത പരതന്ത്രരായിട്ടാണ് ഈ ഓരോ വാനരന്മാരും നിൽക്കുന്നത്. എന്നാൽ എല്ലാവരോടും ശ്രീരാമദേവൻ വളരെയധികം എനർജറ്റിക് ആയിട്ടുള്ള വാക്കുകൾ പറയുന്നുണ്ട്. നമ്മൾ വിചാരിച്ചാൽ സാധ്യമാവാത്തതൊന്നുമില്ല, ഒരുമിച്ച് നിൽക്കുക മാത്രമാണ് വേണ്ടൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ എല്ലാം പ്രചോദിപ്പിച്ചുകൊണ്ട് സീതാദേവിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ശ്രീരാമദേവൻ അവർക്ക് ഒരു അവസാന ചാൻസ്, അതായത് രാവണന് യുദ്ധം ഒഴിവാക്കാനുള്ള ഒരു അവസാന ചാൻസ് കൊടുക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ അംഗദൻ എന്ന ആ ഒരു വാനരനെ പറഞ്ഞേക്കാണ്. എങ്ങോട്ടാണ് പറഞ്ഞേക്കുന്നത്? ലങ്കാധിപനായ രാവണനോട് ദൂതിനായിട്ട്. അംഗദൻ ചെല്ലുന്ന സമയത്ത് അംഗദൻ വളരെ മാന്യമായിട്ട് പറയും, സീതാദേവിയെ ശ്രീരാമദേവൻ്റെ പാദത്തിലേക്ക് തിരിച്ച് സമർപ്പിച്ചുകൊണ്ട് മാപ്പ് പറഞ്ഞ് നീ രക്ഷപ്പെടാൻ നോക്കൂ, അല്ലെങ്കിൽ നിന്റെ നാശം ഇപ്പോൾ സംഭവിക്കും. ഇപ്പോഴും വൈകിയിട്ടില്ല, ഇത് ശ്രീരാമൻ ദേവൻ്റെ ദൂതാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴാണെങ്കിലും സീതാദേവിയെ തിരിച്ചേൽപ്പിച്ച് മാപ്പ് പറഞ്ഞ് ആ പാദ നമസ്കാരം ചെയ്യുകയാണെങ്കിൽ നിനക്ക് ജീവിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അഹങ്കാരിയായ രാവണന് വളരെയധികം ദേഷ്യം വന്നു. അദ്ദേഹം ആ ദേഷ്യത്തോടു കൂടി തന്നെ എന്താ പറയുക തിരിച്ച് പ്രതികരിച്ചു. പിടിച്ചു കെട്ടു ഈ വാനരനെ എന്ന് പറഞ്ഞു. പിടിച്ചു കെട്ടു ഈ വാനരനെ എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടി ഇങ്ങോട്ട് വന്ന സമയത്ത് അംഗദന് ദേഷ്യമോ പേടിയോ ഒന്നും തോന്നിയില്ല. പകരം അംഗദൻ എന്താ ചെയ്തത്? അംഗദൻ അദ്ദേഹത്തിൻ്റെ കാലുകൾ വളരെയധികം ഉറപ്പിച്ച് നിലത്ത് ചവിട്ടി. ആ നിലത്ത് ചവിട്ടുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഈ പാദങ്ങൾ ഇവിടെ നിന്ന് ഇളക്കി മാറ്റാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമെങ്കിൽ ഞാൻ പറയാം ശ്രീരാമദേവൻ എന്താ പറയുക തോറ്റുപോയി എന്ന് ഞാൻ സമ്മതിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ആ പാദത്തിൽ വളരെയധികം ഉറപ്പിച്ച് ചവിട്ടിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് എന്താ പറയുക അദ്ദേഹത്തിൻ്റെ ആ ഒരു പാദം ഇളക്കാനായിട്ട് ആര് വിചാരിച്ചിട്ടും സാധ്യമായില്ല. അപ്പോൾ എന്തായി? എല്ലാ വാനരന്മാരെയും എല്ലാ രാക്ഷസന്മാരെയും ഒറ്റ എന്താ പറയുക കാലിങ്ങടെ വലിച്ചെടുത്തതും എല്ലാവരും തെറിച്ചു വീണു അത്രേ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ശ്രീരാമൻ്റെ സേനയിലുള്ള അംഗദന് ഇത്രയധികം ശക്തി ഉണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാവർക്കും എത്ര ശക്തി ഉണ്ടായിരിക്കും അല്ലേ? എന്തായാലും ആ ശക്തിയോടുകൂടി അദ്ദേഹം ഇവിടെ വന്ന് ശ്രീരാമദേവനോട് പറഞ്ഞു, ഈ ദൂതൊന്നും പോയിട്ടൊരു കാര്യമില്ല, അവിടെ എന്താ പറയുക രാവണൻ വളരെയധികം ദേഷ്യത്തിൽ തന്നെയാണ്, രാവണൻ യുദ്ധവുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന്. ശ്രീരാമദേവൻ പറഞ്ഞു ശരി അങ്ങനെയാവട്ടെ എന്ന്. ഇത് തന്നെ മഹാഭാരതത്തിൽ നമുക്ക് കാണാൻ പറ്റൂലേ? അവസാന ചാൻസ് എന്ന രീതിയിൽ ശ്രീകൃഷ്ണ ഭഗവാൻ നേരിട്ടൊരു ദൂതിന് പോകുന്നുണ്ട്. അവിടെയും ഭഗവാനെ പിടിച്ചു കെട്ടാനാണ് ദുര്യോധനൻ ആജ്ഞാപിച്ചത്. അതേമാതിരി ഇവിടെ അംഗദൻ്റെ ഒരു പാദം പോലും ഇളക്കാൻ ഒരു രാക്ഷസനെ കൊണ്ടും സാധിച്ചില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ അവിടെ നിന്നാണ് യുദ്ധം ആരംഭിക്കുന്നത്. നാളെ നമുക്ക് യുദ്ധത്തിൻ്റെ ഭാഗങ്ങളൊക്കെ നോക്കാം. ഇനി ഇന്നത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, വളരെയധികം ശക്തിവാനായ വളരെ ശക്തിയുള്ള രാവണൻ്റെ സഹോദരൻ ആരാണ്? യുദ്ധമുഖത്ത് വളരെയധികം ശക്തിയോടുകൂടി രാവണൻ്റെ ഭാഗത്ത് നിന്ന് സഹോദരൻ ആരാണ് എന്നാണ് ചോദ്യം വരുന്നത്. അദ്ദേഹത്തിന് അനേകം പ്രത്യേകതകളും ഉണ്ട്, അതൊക്കെ നമുക്ക് അറിയുന്നതായിരിക്കും. അപ്പോൾ അറിയുന്നവരെല്ലാവരും താഴെ കമൻ്റായിട്ട് അറിയിക്കും. നാളെ അറിയാത്തവർക്കുള്ള ഉത്തരവുമായിട്ട് വരാം. എനിക്കിന്ന് അത്ര സാറ്റിസ്ഫൈഡ് അല്ല ഞാൻ ഈ കഥ പറഞ്ഞതിൽ. ഇടയിൽ കുറച്ച് ഓൺലൈൻ ക്ലാസ്സസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കുട്ടികൾക്ക്. അപ്പോൾ ഞാൻ ആ ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഇടയിലേക്ക് ശ്രദ്ധ പോയതുകൊണ്ടാണ് കേട്ടോ, ക്ഷമിക്കൂ. അടുത്തതായിട്ട് ജിഷ സത്യൻ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. മോളെ നമസ്കാരം. മോളെ എൻ്റെ വീട് നിലമ്പൂരാണ്. എനിക്ക് ഗുരുവായൂർ വന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി ഒന്ന് ഫ്രഷ് ആവാൻ സൗകര്യമുള്ളൊരു സ്ഥലം പറഞ്ഞു തരാമോ? ആർക്കെങ്കിലും അറിയുമെങ്കിൽ ഒന്ന് പറയുമോ? ഒരു ദിവസം ഇന്ന് നിർമ്മാല്യം തൊഴാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ രാത്രി കുളിച്ച് ഡ്രസ്സൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയായിരുന്നു. ഞാൻ തന്നെയാണ് വരുന്നത്, എനിക്ക് കൂടെ വരാൻ ആരുമില്ല, ഭഗവാൻ മാത്രമേ ഉള്ളൂ, ഒന്ന് പറഞ്ഞു തരുമോ എന്നാണ്. അങ്ങനെ ഒറ്റയ്ക്ക് വരുന്ന സ്ത്രീകളോട് എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത്, നിങ്ങൾ ആ നടപ്പന്തൽ വിട്ടൊരിക്കലും പുറത്തേക്ക് പോകരുത് കേട്ടോ. നടപ്പന്തലിൻ്റെ ഉള്ളിൽ മാത്രമാണ് നിങ്ങൾ സേഫായിട്ടിരിക്കാൻ പറ്റുക എന്നാണ് എനിക്ക് കിട്ടിയൊരറിവ്. കാരണം നമ്മളെപ്പോഴും ചിന്തിക്കും ഗുരുവായൂരല്ലേ,
വളരെയധികം എന്താ പറയുക ഭക്തജനങ്ങളാൽ തിങ്ങി നിറഞ്ഞ പ്രദേശമല്ലേ. അപ്പോൾ ഇവിടെ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും വരില്ലയാണ്. പക്ഷെ അത് ആ ഒരു അമ്പലത്തിൻ്റെ പ്രിമൈസസ് വിട്ട് നമ്മൾ പുറത്തേക്ക് പോവുകയാണെങ്കിൽ, രാത്രി കാലങ്ങളിലാണെങ്കിൽ അരക്ഷിതാവസ്ഥ ഇവിടെയും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് മാത്രം നിങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ തുണ കൂട്ടിയിട്ട് നിങ്ങൾ വരിക കേട്ടോ. അതല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകും. നമ്മുടെ ഉണ്ണികൃഷ്ണനാണ്, നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരാനൊന്നും അദ്ദേഹം ഒരിക്കലും സമ്മതിക്കില്ല. പക്ഷേ എന്തിനാണ് നമ്മളങ്ങനെ റിസ്ക് എടുക്കുന്നത്? ഉണ്ണികൃഷ്ണനെ വിശ്വാസമില്ലാത്തതുകൊണ്ടല്ല. നമ്മൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ കാരണം നമുക്ക് ചിലപ്പോൾ നമ്മൾ തൊഴുന്നതിലേക്കുള്ള ആ ഒരു ശ്രദ്ധ കുറയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് മാത്രം വരൂ. വരുന്ന സമയത്ത് കിഴക്കേ നടയിൽ നടപ്പന്തലിനകത്ത് തന്നെ ക്ലോക്ക് റൂമൊക്കെ ഉള്ളതിൽ ആ ഒരു ഭാഗത്തിൻ്റെ തൊട്ടടുത്തായിട്ട് അവിടെ ബാത്റൂം ഉണ്ട്. അവിടെ നിന്ന് കുളിച്ച് ഡ്രസ്സ് മാറ്റാൻ പറ്റും. അതുമാത്രമല്ല കുളത്തിൽ കുളിച്ച് ഡ്രസ്സ് മാറുന്നവരും ഉണ്ട്. അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. അതല്ലെങ്കിൽ ഡോർമെറ്ററി സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷേ ആ ഡോർമെറ്ററി സൗകര്യങ്ങളിലേക്കൊക്കെ നിങ്ങൾ രാത്രി കാലങ്ങളിൽ തനിച്ചു പോകാൻ ശ്രമിക്കരുത്. ആരെങ്കിലുമൊക്കെ കൂട്ടി വിളിച്ചോളൂ. ആരും കൂടെ വരാനില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ നിന്ന് നമുക്ക് ഇഷ്ടം പോലെ ഭക്തജനങ്ങളെ കിട്ടും കേട്ടോ. അതായത് നിർമ്മാല്യത്തിന് ക്യൂവിലിരിക്കുന്ന ആൾക്കാർ തമ്മിൽ സംസാരിക്കുകയും അതുപോലെ അവരെവിടെ നിന്നാണ് വരുന്നത്, ആരുടെ കൂടെയാണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞ് അവരൊരു ഫാമിലിയായി മാറുന്ന കാഴ്ച അനേകം തവണ കാണാനുള്ള ഇട വന്നിട്ടുള്ള ഭക്തർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയണത്. അങ്ങനെ ആരെങ്കിലും ഒക്കെ കൂട്ടി വിളിച്ച് മാത്രം നിങ്ങൾ ആ ഡോർമെറ്ററി സൗകര്യം ഉപയോഗപ്പെടുത്തൂ കേട്ടോ. അടുത്തതായിട്ട് സവിത ചേച്ചി, എൻ്റെ ലൈഫിൽ ഇപ്പോൾ ഒരു സമാധാനം കിട്ടുന്നില്ല. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തി എന്നോട് സ്നേഹം കാണിക്കുന്നത് അവരുടെ ആവശ്യത്തിന് മാത്രമാണ്. ഒരുപാട് വിഷമമുണ്ട് ചേച്ചി. ഗുരുവായൂരപ്പൻ എൻ്റെ ലൈഫിൽ നിന്ന് അവരെ ഒഴിവാക്കാത്തത് എന്തായിരിക്കും? ഞാൻ ഒരുപാട് പറയുന്നുണ്ട്, ഭഗവാൻ കേൾക്കുന്നില്ല എന്നാണ് പറയുന്നത്. നോക്കൂ, ഭഗവാൻ ഒഴിവാക്കാനുള്ള സൂചനയായിട്ടല്ലേ ഇത്. അവരുടെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് കുട്ടിയെ ആശ്രയിക്കുന്നത്, അല്ലെങ്കിൽ കുട്ടിയെ തിരിച്ച് സ്നേഹം നടിക്കുന്നത് എന്ന് മനസ്സിലാക്കി തരുന്നത് ഗുരുവായൂരപ്പനാണല്ലോ. അല്ലെങ്കിൽ നമ്മൾ അന്ധമായിട്ട് ഇങ്ങനെ വിശ്വസിച്ച് സ്നേഹിച്ചിങ്ങനെ പോയാലോ? ആരെന്ത് പറഞ്ഞാലും ആ വ്യക്തിയെക്കുറിച്ച് നമുക്കിങ്ങനെ മോശമായിട്ടുള്ള അഭിപ്രായങ്ങളൊന്നുമില്ല. നമ്മൾക്ക് അവരൊക്കെയാണ്. എനിക്കങ്ങനെ പറ്റിയിട്ടുണ്ട്. അന്ധമായിട്ട് വിശ്വസിച്ച് അങ്ങനെ മുന്നോട്ട് പോയിട്ടുണ്ട്. ഭഗവാൻ അനേകം പേരെ പറഞ്ഞയക്കുന്നുണ്ട് ലൈഫിലേക്ക്. ശരിയല്ല കേട്ടോ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ. നിങ്ങൾക്ക് അറിയാത്ത പല പാസ്റ്റും ഉണ്ടാവും ആ വ്യക്തിക്ക്. അതുകൊണ്ട് നിങ്ങളതൊന്ന് ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ ഞാൻ നേരെ പോയി ആ വ്യക്തിയോട് പറയുമായിരുന്നു, അങ്ങനെ ഒരു പാസ്റ്റ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് എന്ന് ചോദിക്കുമായിരുന്നു. എന്തൊരു മണ്ടത്തരാണല്ലേ. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നോ? നിങ്ങൾ ആ വ്യക്തി പറഞ്ഞു നിങ്ങളിങ്ങനെ പറഞ്ഞു എന്ന്, നിങ്ങളങ്ങനെ പറഞ്ഞു? അയ്യോ, ഞാനങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്ന് പറയുക അവർ. അല്ലാണ്ട് അവരത് പറഞ്ഞു തരുമോ നമുക്ക്? അപ്പോൾ ഞാൻ പറഞ്ഞു, വെറുതെ ആയിരിക്കുമല്ലേ, അവർ നമ്മളിങ്ങനെ പറ്റിക്കാൻ വേണ്ടി പറയുമായിരിക്കുമല്ലേ. ഇങ്ങനെയായിരുന്നു ഞാൻ. ഇപ്പം ആലോചിക്കുമ്പോൾ എത്രത്തോളം മണ്ടത്തരം ഉള്ളിലുണ്ടെന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ശ്രീ ഗുരുവായൂരപ്പൻ ഓരോ ആളുകളെയും അയച്ചു തരുന്നത് നമ്മളെ മനസ്സിലാക്കിപ്പിക്കാനാണ്. നോക്കൂ, ശ്രീലകത്ത് നിന്ന് നമുക്ക് ഉടക്കുകളൊക്കെ പിടിച്ച് ഓടി വരുന്ന കുഞ്ഞുണ്ണി കൃഷ്ണനെ കാണാനുള്ള ഭാഗ്യമൊന്നും നമ്മൾക്ക് ആയിട്ടില്ല. നാമം ജപിച്ച് അങ്ങെത്തണം. അപ്പോൾ ഇപ്പോൾ കുട്ടിക്ക് കറക്റ്റായിട്ട് മനസ്സിലായി ആരാണ് ആ ബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കി തരുന്നത്. ഉണ്ണികൃഷ്ണൻ തന്നെയാണ് ആ ബോധം ഉണ്ടാക്കി തരുന്നത്. ഇവർ നിന്നെ ഉപയോഗിക്കുകയാണ്. അപ്പോൾ നീ ഒരു കാര്യം ചെയ്യൂ, ഇവരിൽ നിന്ന് വിട്ടു നിൽക്കൂ എന്ന് പറയുന്നുണ്ട്. അല്ലാതെ അവരെയൊക്കെ തല്ലി ഓടിക്കാൻ അങ്ങനെ വരണ്ട ഗുരുവായൂരപ്പൻ. നമുക്ക് എല്ലാത്തിനുള്ള കഴിവുണ്ട് നമ്മുടെ ഉള്ളിൽ. നമുക്ക് ഒരു മനുഷ്യന് അറിയാത്തതായിട്ടുള്ള ഒന്നും ഇല്ല എന്നാ. എല്ലാം നമ്മുടെ ഉള്ളിലുണ്ട്. ചില വാസനകൾ മുന്തി നിൽക്കുന്നതിനനുസരിച്ചാണ്. ഇപ്പോൾ ഒരാൾക്ക് നന്നായിട്ട് പാട്ട് പാടാനുള്ള കഴിവുണ്ട്. എല്ലാ മനുഷ്യർക്കും പാട്ട് പാടാൻ പറ്റും. പക്ഷേ എന്താ നമുക്കൊന്നും പാട്ട് പാടാൻ പറ്റാത്ത? സാധാരണ ആൾക്കാർക്ക്, കുറേ ആൾക്കാർക്ക് പാട്ട് പാടാൻ പറ്റും, നമുക്ക് പാട്ട് പാടാൻ പറ്റുന്നില്ല. എന്താ കാരണം? ആ പാട്ട് പാടുന്ന ആ ഗായകർക്ക് അല്ലെങ്കിൽ ഗായികയ്ക്ക് അവരുടെ ഉള്ളിൽ ആ വാസന കൂടുതലാണ്. അതുകൊണ്ട് അതിനെ പരിപോഷിപ്പിച്ചെടുക്കുന്നതിനനുസരിച്ച് അവരൊരു ഗായകനോ ഗായികയോ ആയി മാറുന്നു. ഇതേമാതിരി എല്ലാ കഴിവുകളോടും കൂടിയാണ് ഭഗവാൻ നമ്മളെ വിടുന്നത്. ബുദ്ധി നമുക്ക് തന്നിട്ടുണ്ട്. ബുദ്ധിയില്ലാത്ത അനേകം പേരുണ്ട്. അതുപോലെയല്ലല്ലോ നമ്മൾ, ബുദ്ധിയും നമുക്ക് തന്നിട്ടുണ്ട്. ഏത് തീരുമാനം ഏത് സമയത്തെടുക്കണം എന്നുള്ളതിനാണ് നമ്മുടെ കൂടെ ഗുരുവായൂരപ്പനുള്ളത്. ഇതുപോലെ സൂചനകൾ തന്നുകൊണ്ട് നമ്മുടെ കൂടെ തന്നെ ഗുരുവായൂരപ്പനുണ്ട്. നിങ്ങൾക്ക് പറ്റാത്ത ബന്ധമാണ് അത് എന്ന് നമ്മളിങ്ങനെ സൂചിപ്പിച്ചുകൊണ്ടേയിരിക്കും ഗുരുവായൂരപ്പൻ. അപ്പം നമ്മളെന്താ ചെയ്യേണ്ടത്? ശരിയാണ് കേട്ടോ ഉണ്ണി, നമുക്ക് ഈ ബന്ധം വേണ്ട, അല്ലേ ഉണ്ണികൃഷ്ണ, ശരി കേട്ടോ, ഞാനിത് ഇനി തുടരുന്നില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള തീരുമാനം നമ്മളുടെയാണ്. നമുക്കത് തീരുമാനം എടുക്കാൻ പറ്റണം. നമ്മളതിൽ നിന്ന് പിന്മാറിയേ പറ്റൂ. അവരുടെ മുഖത്ത് നോക്കി പറയണം, എനിക്ക് മനസ്സിലായി നിങ്ങൾ ആരാണെന്ന്, എനിക്ക് മനസ്സിലായി നിങ്ങൾ എന്നെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണെന്ന്, എനിക്കതിന് താല്പര്യമില്ല, ഞാൻ എൻ്റെ ലൈഫ് എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. സോ ഗെറ്റ് ലോസ്റ്റ്. ഇത് പറയാൻ നിങ്ങൾ എന്തിനാ പഠിക്കണേ? നോ പറയേണ്ടോടത്ത് നോ പറയാൻ
നമ്മളെ ശീലിപ്പിക്കുക വേണം, നമ്മളെ തന്നെ നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കുക വേണം. നോക്കൂ, നമ്മൾ ഗുരുവായൂരപ്പന് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. നമ്മളാണ് ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തി. ആ നമ്മളിങ്ങനെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഗുരുവായൂരപ്പന് സഹിക്കുമോ? ഒരിക്കലും ഇല്ല. ഉണ്ണികൃഷ്ണൻ നമ്മുടെ സ്വന്തമാണ്. ഉണ്ണികൃഷ്ണൻ നമ്മളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നീ എൻ്റെ അല്ലേ, നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കണേ? നിനക്ക് നിന്നെ ഇങ്ങനെ വിഷമിപ്പിക്കണ്ടോ? നീ അവരോട് മാറി നിൽക്കാൻ പറയൂ, നീ എന്നിലേക്ക് വരൂ. ഇതാണ് ഭഗവാൻ പറയണത്. നീ എന്നെ കാണുന്നില്ലേ, ഞാനില്ലേ നിൻ്റെ കൂടെ? ഇങ്ങനെ ചോദിക്കുന്ന ഉണ്ണികൃഷ്ണൻ ഉള്ളതുകൊണ്ടാണ് കുട്ടിക്ക് ആ ബോധം കിട്ടിയത്. ഞാൻ അവരെന്നെ ഉപയോഗിക്കുകയാണ് എന്ന ബോധം കിട്ടിയത്. അപ്പോൾ ആ ബോധം കിട്ടിയ സ്ഥിതിക്ക് നോ എന്ന് പറയുകയെന്ന് ചെയ്യൂ. അപ്പോൾ അതിന് ഇനി ഗുരുവായൂരപ്പനായിട്ട് അവരെ കുട്ടിയിൽ നിന്ന് അകറ്റുക. അവർക്ക് സുഖമല്ലേ? കുട്ടി ഇങ്ങനെ അവരുടെ ആവശ്യങ്ങൾക്കൊക്കെ കിട്ടുകയാണെങ്കിൽ എളുപ്പമല്ലേ? നമുക്ക് ഒരാളെ ഇപ്പോഴും ഇങ്ങനെ ഹെൽപ്പ് ചെയ്ത് കൂടെ നടക്കാം. അവരെക്കുറിച്ച് നമ്മളത്ര ബോധേടല്ല, പക്ഷെ ആ ഹെൽപ്പ് നമുക്ക് വേണം. ഇനി നമുക്കെന്താ, സുഖമായില്ലേ, അവരെങ്ങനെ ആശ്രയിച്ച് സുഖമായിട്ട് ജീവിച്ചൂടെ? അങ്ങനെയല്ലേ എല്ലാവരും വിചാരിക്കുള്ളൂ. അപ്പം അങ്ങനെ വിചാരിക്കാനുള്ള ഇടവരുത്താതെ നമ്മളെ സ്നേഹിച്ചു തുടങ്ങും. ഒരു തലമുറ അല്ലെങ്കിൽ നമ്മളുടെയൊക്കെ പൂർവികർ, എൻ്റെ അമ്മ വരെയുള്ള ആൾക്കാരൊക്കെ വിചാരിച്ചിരുന്നു, സ്വയം നമ്മളെ സ്നേഹിക്കുന്നത് എന്തോ വലിയ തെറ്റാണ്. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ജീവിക്കേണ്ടത്, നമ്മൾ ത്യാഗം സഹിക്കണം. ഒന്നുമില്ല. നമ്മൾ ഓരോരുത്തരെയും ഗുരുവായൂരപ്പനാ സൃഷ്ടിച്ചിരിക്കണേ. നമ്മൾ ഓരോരുത്തർക്കും വേണ്ട കർമ്മം നിശ്ചയിക്കുന്നത് അദ്ദേഹമാണ്. നമ്മൾ ഓരോരുത്തരെയും നേർവഴി കാണിക്കുന്നത് അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ സൂചനകളെ നമ്മൾ കണ്ടില്ലാന്നടിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് അബദ്ധങ്ങളൊക്കെ നമുക്ക് പറ്റുന്നത്. അങ്ങനെയൊന്നും പറ്റാതെ നോ പറഞ്ഞോളൂ കേട്ടോ. ഇന്ന് എനിക്ക് ഒരു സജഷനാണ് ഒരു ഭക്തൻ്റെ, ജയരാമൻ കൃഷ്ണശാസ്ത്രി എന്ന ഭക്തനാണ് പറഞ്ഞിരിക്കുന്നത്. വിഷാദം അല്ലെങ്കിൽ ഡിപ്രഷൻ അല്ലെങ്കിൽ അങ്ങേയറ്റത്തെ മാനസിക ബുദ്ധിമുട്ടുകൾ മാറാൻ സുന്ദരകാന്ഡം മുഴുവനായിട്ടോ അല്ലെങ്കിൽ പ്രത്യേക സർഗങ്ങളായിട്ടോ പാരായണം ചെയ്യാവുന്നതാണ്. ഇതിൽ ഭയവും വിഷമവും അകറ്റാൻ 27ാമത്തെ സർഗവും, നഷ്ടബോധവും നിരാശയും മാറി മനസ്സിന് ധൈര്യം ലഭിക്കാൻ ഹനുമാന്റെ ലങ്കാധനവും, പ്രത്യാശയ്ക്ക് മുഴുവൻ സുന്ദരകാന്ഡവും വായിക്കുന്നത് ഉത്തമമായി കണക്കാക്കപ്പെടുന്നു. ഞാനും കേട്ടിട്ടുണ്ട് അതോ സുന്ദരകാന്ഡം മനസ്സിന് സന്തോഷം ലഭിക്കാനായിട്ട് വായിക്കുന്നത് നല്ലതാണ് എന്നുള്ളത്. അപ്പോൾ രാമായണം വായിക്കാൻ അറിയുന്ന ആളുകളാണെങ്കിൽ സുന്ദരകാന്ഡം ചൊല്ലാൻ മറക്കണ്ട കേട്ടോ. പഴം പഞ്ചസാരയിലെ പഞ്ചസാര പ്രസാദമായിട്ട് കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഷേർലി ബിജു എന്ന ഭക്ത ചോദിച്ചിരിക്കുന്നത്. പഴം പഞ്ചസാര ഷീട്ടാക്കുക. അത് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ഷീട്ടാക്കി വാങ്ങാൻ പറ്റുന്ന ഒരു വഴിപാടാണ് ഗുരുവായൂരപ്പന് നേദിച്ച പഞ്ചസാര. മണൽ പഞ്ചസാരയില്ലേ, അതായത് തരികളില്ലാത്ത പൊടി പഞ്ചസാരയാണ് കിട്ടുക. അതൊരു പാക്കറ്റ് കിട്ടും. ഒപ്പം തന്നെ നമുക്കൊരു പഴവും കിട്ടും. ഒരു പൂവമ്പഴമാണ് സാധാരണയായിട്ട് കിട്ടാറുള്ളത്. അപ്പോൾ ആ പഴം പഞ്ചസാരയിൽ മുക്കി കഴിക്കാൻ നല്ല സ്വാദാണ് കേട്ടോ. അങ്ങനെയൊന്നും കഴിക്കാത്ത ആൾക്കാരാണെങ്കിൽ ആ പഞ്ചസാര നമുക്ക് കാപ്പിയിലോ ചായയിലോ ഒക്കെ ഉപയോഗിക്കാം. എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അടുത്തതായിട്ട് സവിത ചേച്ചി, നമസ്കാരം ചേച്ചി. പല കാര്യം കൊണ്ട് മനസ്സിന് വല്ലാണ്ട് മടുപ്പ് വരുന്നുണ്ട് നാമം ജപിക്കുമ്പോൾ, അതുപോലെ തന്നെ പ്രാർത്ഥിക്കുമ്പോഴും എന്ന്. ഇതൊക്കെ അതെന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. ഇന്ന് പ്രാർത്ഥിച്ച് നാളെ നമുക്കെല്ലാം ശരിയാവും എന്നൊരു പ്രതീക്ഷ വയ്ക്കുന്നതുകൊണ്ടാണ് നമുക്ക് നല്ലോണം ബുദ്ധിമുട്ട് വരുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം അജയേട്ടൻ്റെ ഒരു ഇൻ്റർവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് അജയേട്ടൻ പറഞ്ഞിരുന്നു, അജയേട്ടൻ്റെ ഒരാഗ്രഹം പറഞ്ഞുകൊണ്ട് 20 വർഷക്കാലമായിട്ട് ഒരേ വഴിപാട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്ന്. ഓരോ വർഷവുമാണ് ആ വഴിപാട് ചെയ്യുക. അതെന്താണെന്ന് അദ്ദേഹം ഡിസ്ക്ലോസ് ചെയ്യാൻ തയ്യാറല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 20 വർഷമായിട്ട് ഒരു വ്യക്തി നിരന്തരമായിട്ട് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഭഗവാന്റെ മുമ്പിൽ ഒരു വഴിപാട് ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ക്ഷമയെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അദ്ദേഹം അത് എന്തായാലും ശ്രീ ഗുരുവായൂരപ്പൻ നേരെയാക്കി തരുന്നെ ചെയ്യും എന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് അത് കിട്ടുകയും ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു വിശ്വാസം, ഇത് എത്ര വർഷം ചെയ്യണം എന്ന് അദ്ദേഹം ചോദിച്ചിട്ടില്ല. ഇത് എത്ര കാലം ചെയ്താലാ എൻ്റെ കാര്യം നേരെയാവുക എന്ന് ചിന്തിച്ചിട്ടില്ല. ആ കാര്യം നേരെയായതിനു ശേഷവും അദ്ദേഹം അത് മുടക്കിയിട്ടില്ല. ഇങ്ങനെ ആയിരിക്കണ്ടേ നമ്മൾ ഓരോരുത്തരും ശ്രീ ഗുരുവായൂരപ്പനെ വിളിക്കേണ്ടത്? നമുക്ക് എന്താണ് എപ്പോഴാണ് വേണ്ടത് എന്നുള്ളത് ഗുരുവായൂരപ്പന് നന്നായിട്ട് അറിയാം. എന്നാലും നമ്മുടെ മനസ്സിൽ പറഞ്ഞ പോലെ ഇടയ്ക്ക് ഇങ്ങനെ ചിന്തിക്കും കേട്ടോ, ഉണ്ണികൃഷ്ണൻ എന്താ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കണേ, എന്തിനാ എന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്തണേ, ഇങ്ങനെ നമ്മൾ ചിന്തിക്കാറുണ്ട് അല്ലേ? അത് ഉണ്ണികൃഷ്ണൻ വിഷമിപ്പിക്കണതല്ല കേട്ടോ. ഉണ്ണികൃഷ്ണൻ ദ ബെസ്റ്റിനായിട്ട് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടതെല്ലാം അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം. അദ്ദേഹം കൃത്യമായിട്ട് വേണ്ടുന്ന സമയത്ത് നമുക്കത് തരുകയും ചെയ്യും. ഇതെല്ലാം എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയണേ കേട്ടോ. ഞാൻ കൃഷ്ണാരി മിത്രത്തിൽ പറയുന്ന ഓരോന്നും എൻ്റെ അനുഭവത്തിലൂടെ തന്നെയാണ് പറയണത്. ഞാൻ പല ചോദ്യങ്ങൾ ഭഗവാനോട് ചോദിക്കാറുണ്ട്. എനിക്ക് ഈ കഥയൊക്കെ പറയാൻ വളരെ ചെറുപ്പം മുതലേ ഇഷ്ടമാണ് കേട്ടോ. ഞാൻ എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് എൻ്റെ ആദ്യ ശ്രോതാവ് എൻ്റെ മദർ ഇൻ ലോ ആണ് കേട്ടോ. കാരണം ഞാൻ
ഞാനും എൻ്റെ മനുവേട്ടൻ്റെ അമ്മയും കൂടി അമ്പലത്തിലേക്ക് പോകുമ്പോൾ ഇല്ലത്തുനിന്ന് അമ്പലപ്പുഴ അമ്പലത്തിലേക്ക് 1 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ ഈ 1 കിലോമീറ്റർ ദൂരം ഞങ്ങൾ നടന്നു പോകുമ്പോൾ ഞാനിങ്ങനെ കഥ പറയുമോ, അമ്മ ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലയെന്ന് പോലും എനിക്കറിയില്ല കേട്ടോ. അമ്മ എത്രത്തോളം ശ്രദ്ധിച്ചോ അതൊന്നും എനിക്കറിയില്ല. അമ്മയ്ക്ക് ഇഷ്ടമാണോ കേൾക്കാൻ അതും എനിക്കറിയില്ല. ഞാനിങ്ങനെ കഥ പറഞ്ഞു കൊടുക്കും. അമ്മ ഇടയ്ക്കൊക്കെ ഒന്ന് മുകളിൽ കേൾക്കാം, ഇടയ്ക്കത് കേട്ടോ എന്ന് തന്നെ എനിക്കറിയില്ല. എന്തായാലും അമ്മയുടെ മനസ്സിൽ ആ ഒരു കൺസെപ്റ്റ് എങ്ങനെയാണ് കിട്ടിയത്, അല്ലെങ്കിൽ അമ്മയ്ക്കത് ഇഷ്ടമായോ അതൊന്നും എനിക്കറിയില്ല. ആ ശ്രോതാവിനെ കുറിച്ച് എനിക്കെന്താ അറിയില്ല. എൻ്റെ അടുത്ത് ഒരു ശ്രോതാവ് ഉണ്ടായിരുന്നത് എൻ്റെ മദർ ഇൻ ലോ ആയിരുന്നു. അപ്പോൾ എത്രയോ വർഷമായിട്ട് എനിക്ക് കഥ പറയാൻ ഇഷ്ടമാണ്. പക്ഷേ എനിക്കൊരു വേദി കിട്ടിയത് ഇപ്പോഴല്ലേ. ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ എനിക്കൊരു വേദി തരാക്കി തന്നത് ഇപ്പോഴല്ലേ. അപ്പോൾ ഞാൻ ഭഗവാനോട് ചോദിക്കാറുണ്ട്, കുട്ടിക്കാലം മുതൽ എനിക്ക് കഥ പറയായിരുന്നു അല്ലേ ഗുരുവായൂരപ്പ, എത്ര കഥയായി. അപ്പം ഇപ്പോൾ എനിക്ക് കഥയൊക്കെ പഠിക്കാനൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് കുറേം കൂടിയൊക്കെ കഥ അറിയുണ്ടാവും അല്ലേ. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഭാഗവതം പഠിക്കാൻ തോന്നൂല്ലേ. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി നാരായണീയം ഡീപ്പായിട്ട് അറിയണമെന്ന് തോന്നൂല്ലേ എന്നൊക്കെ. പക്ഷേ അന്നൊന്നും എനിക്ക് ഇത്രയും അനുഭവങ്ങൾ ഉണ്ടായിരുന്നില്ല. അന്ന് ഞാൻ ചെറിയ കുട്ടിയല്ലേ, അപ്പോൾ എനിക്ക് അത്ര അനുഭവങ്ങളില്ല. ഇന്ന് എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഒരുപാട് ചീത്ത അനുഭവങ്ങളും ഉണ്ട് ജീവിതത്തിൽ. ചീത്ത എന്ന് പറയാൻ പറ്റില്ല, അതും നമുക്കൊരു എക്സ്പീരിയൻസ് ആണ് അല്ലേ. ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ, ഇതൊക്കെ നമുക്കൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്, ഞാൻ എങ്ങനെയായിരുന്നു ഗുരുവായൂരപ്പനെ കണ്ടിരുന്നത്, ഞാൻ എങ്ങനെയായിരുന്നു ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് എത്തിയത്, ഇതൊക്കെ ഗുരുവായൂരപ്പൻ അവിടെ പ്ലാൻ ചെയ്ത് വെക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇതൊക്കെ നിങ്ങളോട് പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ അത് ഉണ്ടെങ്കിലല്ലേ എനിക്കത് ആ ആത്മാർത്ഥതയോടുകൂടി നിങ്ങളോട് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ ഉള്ളിലിപ്പോൾ എനിക്ക് തോന്നാറുണ്ട്, ഈ അനുഭവങ്ങളൊക്കെ എനിക്ക് കൊണ്ടുവന്ന് തന്നത് എന്നെ ഇതൊക്കെ ഉറച്ച വിശ്വാസത്തോടു കൂടി മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന്. അപ്പോൾ നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇന്നങ്ങോട്ട് പ്രാർത്ഥിച്ചാൽ നാളെ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ശരിയാവുമൊന്നുമില്ല. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഭഗവാൻ നമ്മുടെ കണ്ണീരിങ്ങനെ കണ്ട് ഇടയ്ക്ക് അതായത് ആ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് എൻ്റെ ഒരു സ്ഥിരം വാചകമായിരുന്നു ശ്രീ ഗുരുവായൂരപ്പനോട്. ഇപ്പം ഞാൻ അങ്ങനെ പറയാറില്ല കേട്ടോ. അന്ന് ഞാൻ വിചാരിക്കാറുണ്ട്, കണ്ണീർ പായസം വേണോ പാൽപ്പായസം വേണോ ചോദിച്ചാൽ കണ്ണീർ പായസം മതി എന്നാവും ഗുരുവായൂരപ്പൻ പറയുക. ഒരു ഗ്ലാസ് കണ്ണീര് കൊണ്ടുവന്ന് ഗുരുവായൂരപ്പന് മുമ്പിൽ വയ്ക്കുകയാണ്. ഒരു ഗ്ലാസ് പഞ്ചസാര പായസവും അല്ലെങ്കിൽ പാൽപ്പായസവും കൊണ്ടുവച്ചാൽ ഭഗവാൻ ആദ്യം കണ്ണീർ പായസം എടുക്കുക. എനിക്ക് നിൻ്റെ കണ്ണീര് കാണാൻ വലിയ ഇഷ്ടമാണ് എന്ന് പറയാറുണ്ടായിരുന്നു അന്ന് ഞാൻ കരയണ സമയത്ത്. അപ്പോൾ അന്നൊക്കെ ഗുരുവായൂരപ്പൻ എന്നെ നോക്കി ചിരിച്ചിട്ടുണ്ടാവും. ഇങ്ങനെയൊന്നുമല്ല സവിതേ, നിനക്കത് മനസ്സിലാവാത്തതുകൊണ്ടാണ് കുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതെനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. അതേമാതിരി നമ്മൾ കുറച്ച് സ്ട്രഗിൾ ചെയ്യുകയാണെങ്കിലും കുറച്ച് സഫർ ചെയ്യുകയാണെങ്കിലും ഒക്കെ മനസ്സിലാക്കിക്കോളൂ, ഗുരുവായൂരപ്പൻ്റെ വലിയ 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 അനുഗ്രഹം നമ്മളെ തേടിയെത്താൻ പോവുകയാണ്. അല്ലെങ്കിൽ ആ അനുഗ്രഹം കിട്ടാനുള്ള പക്വതയിലേക്ക്, പാകതയിലേക്ക് അദ്ദേഹം നമ്മളെ നയിച്ചു കൊണ്ടിരിക്കുകയാണ്. ആദ്യം തന്നെ കൊണ്ടുപോയി നമുക്ക് വലിയ വലിയ അനുഗ്രഹങ്ങളൊക്കെ തന്നാലുണ്ടല്ലോ, നമ്മളത് നിലത്തിട്ടുടയ്ക്കും. നമുക്ക് അത്രയ്ക്കുള്ള മെച്യൂരിറ്റി ഒന്നും ഇല്ല. നമ്മളപ്പോൾ വിചാരിക്കുക എന്താണെന്നറിയോ, എനിക്ക് ഇത്രയൊക്കെ അനുഗ്രഹം കിട്ടി, ഞാൻ ആരാന്നറിയോ, ഭയങ്കര സംഭവമാണ്. അങ്ങനെയല്ല, നമുക്ക് ഇത് കിട്ടണമെങ്കിൽ അത്രയധികം നമ്മൾ എന്താ പറയുക. ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ, കുറേ ആൾക്കാർ എന്നോട് പറയാറുണ്ട്, സവിതയുടെ ഭാഗ്യം, സവിതയ്ക്ക് എന്നും ഗുരുവായൂരപ്പനെ കാണാമല്ലോ എന്ന്. ഈ ഭാഗ്യത്തിലേക്ക് ഞാൻ എത്തിയ വഴിയുണ്ടല്ലോ, കനൽ വഴി തന്നെയാണ്. കാല് പൊള്ളുന്ന കനലിലൂടെ നമ്മൾ നടക്കുമ്പോൾ ഉണ്ടാവുന്ന അവസ്ഥ ഉണ്ടല്ലോ, എത്രയോ നാളുകൾ ആ അവസ്ഥയിലൂടെ നടന്നാണ് ഇന്ന് കാണുന്ന ഈ കുളിരിലേക്ക് ഞാൻ എത്തിയത്. അപ്പോൾ അതേമാതിരി നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടും കുറച്ച് കഷ്ടപ്പാടുകളും ഒക്കെ അനുഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, ഉറപ്പായിട്ടും നമ്മുടെ ഉണ്ണികൃഷ്ണൻ നമുക്ക് വേണ്ടി എന്തോ വലിയ സമ്മാനം എടുത്തു വെച്ചിട്ടുണ്ട് എന്നുള്ളത്. ദ ബെസ്റ്റ് സമ്മാനം. ആ ബെസ്റ്റ് സമ്മാനത്തിനായിട്ട് കാത്തിരിക്കൂ കേട്ടോ, വിഷമിക്കാതിരിക്കൂ. നല്ലത് മാത്രമേ സംഭവിക്കുള്ളൂ. അമൃത അങ്ങനെ ഉറച്ചു വിശ്വസിക്കൂ. അടുത്തതായിട്ട് ശാന്ത എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, സബിത, എൻ്റെ മോൻ്റെ കല്യാണം നടക്കാൻ ഞാൻ എന്ത് വഴിപാടാണ് ഗുരുവായൂരപ്പനെ ചെയ്യേണ്ടത്? സബിത അല്ല സവിത ആണ് കേട്ടോ. കല്യാണം നടക്കാനായിട്ട് സ്വയംവരം കൃഷ്ണനാട്ടങ്ങളി ചീട്ടാക്കാം, അതല്ലെങ്കിൽ വെറ്റിലടക്ക നിവേദ്യം ഗുരുവായൂരപ്പനെ ചീട്ടാക്കാം. വെറ്റിലടക്ക നീതിക്കാനായിട്ട് ഒരു ദിവസത്തിന് 2 രൂപയാണ് വേണ്ടത്. മിനിമം 30 ദിവസത്തിനാണ് നമുക്ക് ചീട്ടാക്കാൻ പറ്റുള്ളൂ. അത് എത്ര ദിവസത്തിന് വേണമെങ്കിലും നമുക്ക് ചീട്ടാക്കാം. എത്രയും പെട്ടെന്ന് നടക്കാൻ ഞങ്ങൾ കൃഷ്ണാരിമിത്രങ്ങളും പ്രാർത്ഥിക്കാം കേട്ടോ. അടുത്തതായിട്ട് അഞ്ജന പ്രമോദ് എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, സവിത ചേച്ചി, എൻ്റെ കുട്ടിക്ക് 3 വയസ്സാകാറായി. അവൻ സംസാരിക്കുന്നില്ല നല്ലോണം. ഞാൻ അവനെ ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ്. ഞാൻ ഭഗവാനോട് ഈ കാര്യം എപ്പോഴും പറയുന്നുണ്ട്, ഭഗവാൻ കേൾക്കുന്നില്ല ചേച്ചി. ആരാ പറഞ്ഞതൊക്കെ?
3 വയസ്സേ ആയിട്ടുള്ളൂ ആ കുട്ടിക്ക്. ആരാ പറഞ്ഞ ആ കുട്ടി സംസാരിക്കില്ല എന്ന്? എൻ്റെ ചേച്ചിയുടെ രണ്ടാമത്തെ മോള് ഭദ്ര 4 വയസ്സായി മര്യാദയ്ക്ക് വർത്താനം പറയാനായിട്ട്. 3 വയസ്സ് പ്രായത്തിൽ അമ്മ എന്നുള്ള ഒരു ശബ്ദം എന്ന് തുടങ്ങി എല്ലാവരെയും വിളിക്കുക, അങ്ങനെയായിരുന്നു. എന്നെ വിളിക്കുക ചിറ്റ എന്നാണ്, പക്ഷെ ചിറ്റ എന്ന് വിളിക്കാൻ കിട്ടില്ല, അപ്പോൾ അറ്റ. കൃഷ്ണ എന്നാണ് അവളുടെ ചേച്ചിയുടെ പേര്. ഓപ്പോളെന്നോ അല്ലെങ്കിൽ ചേച്ചീന്നോ ഒന്നും പറയാൻ അവൾക്ക് കിട്ടില്ല. കൃഷ്ണേന്ന് ഞങ്ങളൊക്കെ വിളിക്കണ കേൾക്കുമ്പോൾ അവൾ അന്നേന്നാണ് വിളിക്കുക. ആ വിളി ഇപ്പോഴും അങ്ങനെയാണ് കേട്ടോ. ഞങ്ങൾ എന്നിട്ട് പറയാറുണ്ട്, അമ്പലത്തിൽ പോണ സമയത്ത് അന്നേന്ന് ഉറക്കെ വിളിച്ചാൽ ഈ കുട്ടീനെ ചിലപ്പോൾ അവിടെ തടഞ്ഞു വയ്ക്കും, ക്രിസ്ത്യാനിയാണോ ചോദിക്കുന്നത്. അന്നേന്നാണ് ഇപ്പോഴും വിളിക്കുക. അപ്പോൾ എന്ന് ഉള്ള അക്ഷരം മാത്രമേ വരുള്ളൂ. ബാക്കിയെല്ലാം അവളുടെ ഒരു ക്രിയേഷനാണ്. എല്ലാം അവൾ ആയിട്ടുണ്ടാക്കുന്നതാണ്. 4-4.5 വയസ്സോളം സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങിയതിന് ശേഷമാണ് ആ ഒരു സംസാരമൊക്കെ കുറച്ച് ഒന്ന് മാറി വന്നത്. അപ്പോൾ പേടിക്കൊന്നും വേണ്ട, 3 വയസ്സല്ലേ ആയിട്ടുള്ളൂ. നമ്മുടെ ഉണ്ണികൃഷ്ണനല്ലേ, നാവെടുത്ത് വെച്ച് പ്രാർത്ഥിക്കൂ. ഗുരുവായൂർ അമ്പലത്തിൽ വരുന്ന സമയത്ത് കേളിക്കൈ വഴിപാട് ഷീട്ടാക്കൂ. ശബ്ദ സംബന്ധമായ, കേൾവി സംബന്ധമായ വർത്താനം പറയാനുള്ള ബുദ്ധിമുട്ടുകൾ മാറാനായിട്ട് കേളിക്കൈ വഴിപാട് ഷീട്ടാക്കൂ. ഒരു കുഴപ്പവും ഉണ്ടാവില്ല. ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് അത്രയും ചോദ്യങ്ങളിലും കൂടുതൽ ചോദ്യങ്ങളും രാമായണ കഥകളും ഒക്കെ ആയിട്ട് അടുത്ത ദിവസം കാണാമെന്ന് വിചാരിക്കുന്നു. സർവ്വരോഗ വിനാശന, സർവ്വപാപ വിനാശന, സർവ്വദുഃഖ വിനാശന, സർവ്വസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ത്വൽപ്രസാദായ ഭൂയാൽ ഗുരുവായൂരപ്പ, ത്വൽപ്രസാദായ ഭൂയാൽ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഏകശ്ലോകി രാമായണം എല്ലാവരും ചൊല്ലിക്കോളൂ കേട്ടോ. ഹരേ ഗുരുവായൂരപ്പ.